രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരായി കൽപ്പറ്റയിലെ DCC ഓഫീസിൽ പോസ്റ്റർ ഒട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് പുലർച്ചെ 3 മണിയോടെയാണ് പോസ്റ്റർ പതിച്ചത്. സംഭവത്തിന് പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണെന്നാണ് സൂചന. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. സമയം രാത്രി 3 മണി. ഇരുട്ടിന്റെ മറവിൽ ആ കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് സംശയിക്കുന്നവർ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സംശയിക്കുന്നത്. അവരവിടെ എത്തുന്നു, പോസ്റ്ററുകൾ പതിക്കുന്നു. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെയാണ്. വയനാട് നിങ്ങൾ മറന്നേക്കൂ എന്നാണ് പോസ്റ്ററിൽ എഴുതിയിരുന്നത്. ഇപ്പോൾ അതിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. ഈ പ്രവർത്തകരെ തിരിച്ചറിയാവുന്നവർ തിരിച്ചറിയൂ. ഇന്ന് രാവിലെ 3 മണി പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി വന്നു. ആരുമില്ലാത്ത സമയത്താണ് വന്നത്. പക്ഷേ ഞങ്ങളുടെ CCTV പിടിച്ചു. പോസ്റ്റർ ഒട്ടിച്ച് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ചിട്ട് പോയി. വയനാടങ്ങ് മറന്നേക്കൂ, KC ആണ് മുഖ്യമന്ത്രിയെങ്കിൽ എന്നുള്ളതാണ് ഭീഷണി. അവസാനത്തെ അടവും പ്രയോഗിക്കും കേട്ടു. ഇതാരാണെന്നറിയില്ല. ഇവിടെ UDFന്റെ പ്രവർത്തകരാണ് എന്നാണ് സംശയിക്കുന്നത്. അല്ലാതെ തൃശ്ശൂരിൽ ഫ്ലക്സ് കൊണ്ട് വെച്ച് ഇതിനിടയ്ക്ക് ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഒരു കക്ഷി ഒരു ശ്രമം നടത്തിയിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എന്തായാലും പോസ്റ്റർ ഒട്ടിച്ചിട്ട് ചങ്ങാതി മടങ്ങുന്നുണ്ട്. ദീപക് മോഹനുണ്ട്. ദീപക് മോഹൻ, നേരിയ ഒരു ദൃശ്യമാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ആളെ അങ്ങോട്ട് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷേ എന്താണ് നമുക്ക് ഈ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ദീപക് മോഹൻ, UDF പ്രവർത്തകരാരെങ്കിലും ആണോ ഇത് വെച്ചത്? അതല്ല തൃശ്ശൂരിൽ സംഭവിച്ചതുപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും പോസ്റ്റർ അടിച്ചിറക്കിയതാണോ? അരുൺകുമാർ, നേരിയ ഒരു ദൃശ്യം ആണ് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ സമീപത്തെ കടകളിലും CCTV ദൃശ്യങ്ങളുണ്ട്. ആ കടകളൊക്കെ ഇപ്പോൾ തുറക്കുന്നതേ ഉള്ളൂ. അല്പസമയത്തിനുള്ളിൽ കുറച്ചുകൂടി വ്യക്തതയുള്ളൊരു ദൃശ്യം കൂടി നൽകാവുന്നതാണ്. പുലർച്ചെ 3 മണിയോട് കൂടിയാണ് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഒരു വാഹനത്തിൽ വന്നിറങ്ങി ഈ ബോർഡിൽ 3 പോസ്റ്ററുകൾ ഒരു ഭാഗത്തും എതിർഭാഗത്ത് 3 പോസ്റ്ററുകൾ, അങ്ങനെ 6 പോസ്റ്ററുകൾ ഒട്ടിച്ചത്. ആ പോസ്റ്റർ ഒട്ടിക്കുന്ന ദൃശ്യമാണ്. അതായത് 2:56 പുലർച്ചെ ആ ഒരു സമയം വന്ന ആളാണ് ഒട്ടിച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് ആ ദൃശ്യത്തിലെ ആളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവും. ഒരു യുവാവാണ്, തലയിൽ ഒരു തൊപ്പി വെച്ചിട്ടുണ്ട്. സമയമെടുത്ത് ഇവിടെ നിന്ന് ആ പോസ്റ്റർ ഇവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചതിന് ശേഷം തിരികെ മടങ്ങിപ്പോകുന്നതിന് മുൻപായി ആ ആൾ മൊബൈലിൽ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ഫോട്ടോ എടുത്ത ആൾ തന്നെയാണ് മാധ്യമപ്രവർത്തകർക്ക് ഇത് അയച്ചു തന്നത് എന്നാണ് മാധ്യമപ്രവർത്തകർക്ക് അടക്കം ആ ഒരു അംഗത്വത്തിലൊരു സംശയമുണ്ട്. ഏതായാലും പുലർച്ചെ 3 മണിയോടുകൂടി ഇവിടെ ഒട്ടിച്ച ആ പോസ്റ്റർ ഒട്ടിച്ചതിന് CCTV ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചത്. അല്പസമയത്തിനുള്ളിൽ കുറച്ചുകൂടി വ്യക്തതയുള്ള ദൃശ്യങ്ങൾ നൽകാനാകും. അതിലൂടെ ആരാണ് ഒട്ടിച്ചത്, കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് എന്നുള്ള രീതിയിലേക്കുള്ള സംശയമുണ്ട്. പക്ഷേ അത് ഉറപ്പ് അല്ലെങ്കിൽ അതിലൊരു വ്യക്തത വരണമെങ്കിൽ കൂടുതൽ വ്യക്തതയുള്ളൊരു CCTV ദൃശ്യം ലഭ്യമാകേണ്ടതുണ്ട്. അരുൺകുമാർ, ഓക്കെ. ഇപ്പോൾ ദീപക്കാണ് വിവരങ്ങൾ നൽകിയത്. ഒരു നേരിയ ദൃശ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് ആളെ അങ്ങോട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. VD സതീശന് വേണ്ടി എന്ന മട്ടിൽ ഈ ഒരു ഫ്ലെക്സ് ഇറക്കിക്കൊണ്ട് വന്ന ചങ്ങാതി പിന്നീട് വാട്സപ്പിലിട്ട ശബ്ദം കേട്ട് നമ്മൾ തന്നെ ഞെട്ടി. കോൺഗ്രസിൽ ഒരു വിപ്ലവം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ആ പോസ്റ്റർ കൊണ്ടുവന്നത്. CCTV ഉണ്ടായിരുന്നെന്ന് അറിയത്തില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും അതേപോലുള്ള കുത്തിത്തിരിപ്പ് വല്ലതുമാണോ, UDF പ്രവർത്തകരാണോ എന്നുള്ളത് തെളിയട്ടെ. ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.